അപ്പോൾ യുഎസിൽ നല്ല സ്നോ നടക്കുകയാണ്. സ്നോ വന്നു ഒരു 4 to 6, 7 ഇഞ്ചൊക്കെ ചില ഏരിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കാഗോയിലാണ്. അപ്പോൾ നമ്മളുടെ സ്നോവിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ യൂട്യൂബിൽ വാക്ക് ആൻഡ് ടോക്ക് ചിക്കാഗോ എന്ന് പറഞ്ഞുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് അതിലും നമ്മളുടെ ചിക്കാഗോ സിറ്റിയെക്കുറിച്ചൊക്കെ കാണാം. ഇതിൽ സ്നോ വീഡിയോ ആണ്. സ്നോ വീഡിയോ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഈ സ്നോയിൽ കൂടി വണ്ടിയൊക്കെ സ്കിഡാവുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇന്നിപ്പോൾ 4 മുതൽ 7 ഇഞ്ച് വരെയാണ് പല സ്ഥലങ്ങളിലും മഞ്ഞ് വീണിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ച് to 1 feet വരെയൊക്കെ സ്കിഡാവും. അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡുകളിൽ വെള്ളം ഉണ്ടാവും. കാരണം ആളുകൾ ഐസ് ക്ലീൻ ചെയ്തിടും. അതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാ വീടുകളിലേക്കുള്ള വഴികൾ, അതുപോലെ തന്നെ ആളുകൾ, നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ചെറിയ വഴികളുണ്ടല്ലോ, ആളുകൾക്ക് നടക്കാനുള്ള ഫുട്പാത്തുകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തിടണം. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇതൊക്കെ നോക്കി, ഇവിടെ നിന്ന് ആൾക്കാർ, മാക്ഡൊണാൾഡ്സ് ആണ് അതിൻ്റെ ആൾക്കാർ, അത് ക്ലീൻ ചെയ്യുന്നതാണ്. ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ വീടിന് മുമ്പിലുള്ള വോക്ക് വേസ്. പിന്നെ ഇവിടെ ഇതൊരു ഏജൻസി പോലെ പലരും റെഗുലറായിട്ട് നമ്മുടെ ഏരിയകളിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് വണ്ടിയിൽ ട്രക്ക് വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും, സ്നോ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അതിന് പൈസ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പലരും സ്വന്തമായിട്ട് തന്നെ ഇത് സ്നോയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതാണ് പലപ്പോഴും കാരണം $100 അവർ സ്നോ ക്ലീൻ ചെയ്യാനായിട്ട് ഓരോ ഏരിയകളിൽ ഡിപ്പെൻസ് ഏരിയ അനുസരിച്ചൊക്കെ മേടിക്കുന്നത്. അപ്പോൾ പലരും സ്വന്തമായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വീടിൻ്റെ ഏരിയാസ്, നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, വണ്ടി ഇടുന്ന സ്ഥലങ്ങൾ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യും. നമുക്ക് കാണാം ഗവൺമെൻറ്റിൻ്റെ സർവീസ്, അതായത് ഓരോ കൗണ്ടിയുടെ സർവീസുകൾ നമ്മുടെ മെയിൻ റോഡുകൾ ക്ലീൻ ചെയ്യും. മെയിൻ റോഡിൽ മാത്രം അതിങ്ങനെ വണ്ടി വന്ന് പോകും, ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പല രീതിയിലുള്ള വണ്ടികളുണ്ട്. ഒരു വണ്ടിയിൽ തന്നെ ക്ലീൻ ചെയ്യുക, അതിൻ്റെ ബാക്ക് സൈഡിൽ ഉപ്പിടുന്ന പരിപാടിയുണ്ട്, അത് ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ മെൽറ്റായി കിടക്കും. അതുകൊണ്ടാണ് റോഡിൽ വെള്ളം ഉണ്ടാകുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വണ്ടി എപ്പോഴും നമ്മൾ വാട്ടർ സർവീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് വണ്ടികളൊക്കെ തുരുമ്പെടുത്ത് പോകും. എത്ര വില കൂടിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തുരുമ്പെടുക്കും. നമുക്ക് റീസെയിൽ വാല്യൂ കുറയുന്നു അതേ ഉള്ളൂ. ഓടിക്കുന്നതിനോ അതിങ്ങനെ തുരുമ്പെടുത്ത വണ്ടിയോട് ഓടിച്ചു നടക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ ഉള്ളൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്നോ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്ലോറിൽ നല്ല പോളിഷ്ഡ് ഐസ് പോലെ ഇരിക്കും. ആ സമയങ്ങളിൽ വണ്ടി സ്കിഡാവും. അതുപോലെ നമ്മൾ ജംഗ്ഷനിലെത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ കൺട്രോളിൽ, വെരി കൺട്രോളിൽ അല്ലെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്യുന്ന മറ്റുള്ള വണ്ടികൾ മുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അതൊക്കെ വെരി കോമൺ ആണെങ്കിൽ തന്നെയും നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടുള്ളൂ. ഓരോ ആക്സിഡൻറ്റിനനുസരിച്ച് നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ യുഎസിലൊക്കെ വരുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സമ്മറിലൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ എപ്പോഴും വിൻ്ററിന് വേണ്ടിയിട്ട് ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹീറ്റർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടികൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നല്ല ടയറുകളുള്ള വണ്ടികൾ, അല്ലെങ്കിൽ ടയർ മാറ്റി പുതിയ ടയർ വിൻ്റർ ആകുമ്പോഴത്തേക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇവിടുത്തെ യുഎസിലെ സ്നോ ഡ്രൈവ് കാണാം. യാത്രകൾ വെറുതെ സ്വപ്നങ്ങൾ മാത്രമല്ല, അത് അനുഭവങ്ങൾ കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കത് ഉപകാരപ്രദമാകുന്ന അനുഭവങ്ങൾ കൂടിയാണ് യാത്രകൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഫ്യൂച്ചർ ലൈഫിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എന്നെ ഇത് ഏറ്റവും കൂടുതൽ
ഹെൽപ്ഫുൾ ആവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിലും ലഡാക്കിലും ഒക്കെ മുമ്പ് ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ്. അതിൽ കൂടി നമ്മൾ ട്രാവലറായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആണ് യൂഎസിലും നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഇതാക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് റൈറ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് വരുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അത് നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മൾ ശീലിച്ച ഒരു രീതിയിൽ നിന്ന് മാറ്റം വരുന്ന ഒരു സ്കെയർനെസ് നമുക്കതിൽ ഫീൽ ചെയ്യും. ഓക്കെ, എപ്പോഴും അത് നമ്മളുടെ കൺട്രോൾ നമ്മൾ ആ ഒരു പഴയയിലേക്ക് ചിന്തിച്ച് പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് വണ്ടി ഉപയോഗിച്ച് ശീലിച്ചവർ നാട്ടിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ സമ്മറിനെ പോലെ അല്ല, വിൻ്ററിൽ ശരിക്കും നമ്മുടെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. വലിയ റോഡിന് തന്നെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വണ്ടി ആൾക്കാർ പാർക്ക് ചെയ്യും. ഇത് സേഫ് അല്ല, എന്തെങ്കിലും വണ്ടി സ്കിഡായൊക്കെ ഒന്ന് തട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കാണാം വണ്ടിയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. ഇനി നമ്മുടെ നാട്ടിൽ പോയ ഒരു കൂലിപ്പണിക്കാരൻ്റെ പണിയുണ്ട് ഇതൊന്ന് റെഡിയാക്കി പുറത്തോട്ട് ഇറക്കാനായിട്ട്. കാലത്ത് വണ്ടിയായിട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഒരു തച്ച് പണിയെടുത്തതിന് ശേഷം, ഈ തണുപ്പത്ത് ഒരു തച്ച് പണിയെടുത്തതിന് ശേഷം ആണ് നമ്മൾക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വേതനം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സാലറി കൂടുതലാണെന്ന് തോന്നുന്നില്ല. ഒരു തച്ച് വീട്ടിൽ കാറുമ്പിൽ പണിയെടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏരിയകൾ ക്ലീൻ ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടിയുമായിട്ട് പോകാൻ പറ്റുള്ളൂ.